ഹായ് ഹായ്. ഒരാൾ ഇതേ ഒരു കള്ള ഉറക്കമൊക്കെ നടിച്ചിരിക്കുന്നുണ്ടോ? ഇത് ഞങ്ങളെല്ലാവരും കൂടി ഒരു ദിവസം എങ്കിൽ പിന്നെ ഒരു വാട്ടർ സർക്കസ് കാണാം ഫ്രാങ്ക്ഫർട്ടിലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അഡ്രസ്സ് മാത്രമേ കയ്യിലുള്ളൂ. ഞങ്ങൾ തിരക്കി പോവാണ് കേട്ടോ. ഓൺലൈനിലപ്പം നമ്മൾ ടിക്കറ്റുകളൊന്നും എടുത്തിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നേരത്തെ അവിടെ ചെന്നിട്ട് ഓൺലൈനിൽ ടിക്കറ്റൊക്കെ എടുക്കാമെന്ന്. ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ടല്ലേ, തീരെ ഇൻട്രസ്റ്റ് ഇല്ല. എന്താണ് ഞങ്ങളുടെ നിർബന്ധത്തിന് വരുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ 3:30 ഷോയ്ക്ക് ഒരു 1:30 ആയപ്പോൾ സ്ഥലത്തെത്തിയപ്പോഴത്തേന് ടിക്കറ്റ് കൗണ്ടർ പോലും തുറന്നിട്ടില്ല. അങ്ങനെ അവിടെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ടിക്കറ്റ് കൗണ്ടറൊക്കെ തുറന്നു. അവിടെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ അധികം ആളൊന്നുമില്ല. ദൈവമേ, വന്നത് നഷ്ടമായോ എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ച് നമ്മൾ അടുത്ത വാതിൽ തുറക്കാൻ വേണ്ടി അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. ഏതാണ്ട് ഷോ തുടങ്ങാറായ ഒരു സമയമായപ്പോഴത്തേക്കിനും പിന്നെ ടിക്കറ്റ് എടുക്കാൻ അവിടെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങളും വിചാരിച്ചു ഇതെന്താ ഇത്ര ആൾ കുറവാണല്ലോ എന്നൊക്കെ. എൻ്റെ കൊച്ചവിടെ നിന്ന് നോക്കിയിരുന്ന് അവസാനം അവിടെ നിലത്ത് കുത്തിയിരുന്നുള്ള സമരമായി എന്നൊക്കെ പറഞ്ഞ പോലെയായിരുന്നു. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ നോക്കിയിരിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി. പക്ഷേ മിക്ക ആൾക്കാരുമുണ്ട് ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ടാണ് വന്നത്. ഞങ്ങളാണെങ്കിൽ അവിടെ ചെന്നിട്ട് ടിക്കറ്റ് എടുക്കാമെന്നുള്ള രീതിയിലാണ് പോയത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നമ്മുടെ ടാങ്ക് സ്റ്റെല്ലയൊക്കെ ഒന്ന് എംറ്റി ആക്കി ഞങ്ങളിത് അവിടെ പോയിരുന്ന ഒരു പോപ്കോണൊക്കെ ആയിട്ടിട്ട് ഇനി ഇതിനകത്താണ് വെയിറ്റിംഗ് പീരീഡ്. അപ്പോൾ അവിടെ വെറുതെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യം ഞങ്ങൾ സീറ്റ് മാറിപ്പോയിട്ടാണ് ഇരുന്നത്. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്ന് ഞങ്ങളുടെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങളുടെ സീറ്റ് കയറിയിരുന്നു. അങ്ങനെ കുറേ നേരം ഇങ്ങനെ വായി നോക്കി നിൽക്കേണ്ട വന്നു അതിനകത്ത്. അങ്ങനെ ആ ഒരു ബോറിങ് മാറ്റാനായിട്ട് അവിടെ ഇരുന്ന് അച്ഛനും മോനും കൂടെ പോപ്കോൺ തീറ്റിയായിരുന്നു. ഏതാണ്ട് ഷോ തുടങ്ങാറായപ്പോഴത്തേനും ഞങ്ങൾ ആ പോപ്കോൺ ഓൾമോസ്റ്റ് കാലിയാക്കി. ഏതാണ്ട് മൂലയ്ക്ക് മാത്രമേ ഒരു ഇച്ചിരിയേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവർ രണ്ടുപേരോടും വാശിക്ക് ഇപ്പോൾ ഇതിലേറെ ബോറിങ് ആദ്യം മാറ്റുമെന്നുള്ള രീതിയിൽ അവിടെ ഇരുന്നു. നമ്മുടെ സൈഡിലേക്ക് പോപ്കോൺ ഒന്ന് തിരിക്കുക പോലും ചെയ്തിട്ടുണ്ടായില്ല എന്നുള്ളതാണ് സത്യം. ഒരാൾക്ക് പോപ്കോൺ കഴിച്ച് വായൊക്കെ ഇങ്ങനെ വേദന എടുത്തിട്ട് ചവയ്ക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്നു. എന്നാലും ഞാൻ വിട്ടുകൊടുക്കില്ല, വെറുതെ കളഞ്ഞാലും ഞാൻ കൊടുക്കില്ല ആർക്കും എന്നുള്ള രീതിയിൽ പുള്ളി വീണ്ടും അങ്ങോട്ട് അടിച്ചു കയറ്റാനായിട്ട് നോക്കിയാണ്. അവർ രണ്ടുപേരോടും അങ്ങനെ അത് രണ്ടും കൂടെ ഷെയർ ചെയ്തൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇടയ്ക്ക് വെറുതെ ഒന്ന് ചോദിച്ചു, അമ്മയ്ക്കൊരു പോപ്കോൺ തരുമോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കിനും പുള്ളി അതിൽ നിന്ന് ഏറ്റവും കൊള്ളാത്തത് നോക്കി തിരഞ്ഞെടുക്കുകയാണ്. കണ്ടോ, ഏറ്റവും കൊള്ളാത്തത് നോക്കി തിരഞ്ഞെടുത്തു. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ആ സാധനം എൻ്റെ വായിൽ ആൾ ഇടിച്ചു കയറ്റുകയാണ്. അമ്മ ഇത് തിന്നാൻ മതി എന്ന്, അമ്മ മേടിച്ച് തന്നതല്ലേ, അമ്മ ഇത് തിന്നാൻ മതി എന്നുള്ള രീതിയിൽ. അങ്ങനെ നോക്കിയിരുന്ന് അതിൽ നിന്ന് ഒരു ചെറുതെടുത്ത് അച്ചയ്ക്കും കൊടുത്തു. കടിച്ചാൽ പൊട്ടാത്ത ഒരു സാധനം എടുത്ത് അച്ചയ്ക്കും കൊടുത്തു. എന്നിട്ട് സന്തോഷമായി ഞാൻ അച്ഛനെ അമ്മയും കളിപ്പിച്ചു എന്നുള്ള രീതിയിൽ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് കാര്യമൊക്കെ പറഞ്ഞു. ആ ബോറിംഗ് ഒന്ന് മാറ്റാനായിട്ട് അകത്ത് കയറിയിരുന്നാലും ഒരു കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുത്തി അങ്ങോട്ട് ബോറിംഗ് എടുപ്പിച്ചായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പാട്ടൊക്കെ ഇട്ട് നമ്മളെ ഒന്ന് ഉത്സാഹപ്പെടുത്തിയെന്നുണ്ടെങ്കിലും അത്ര അങ്ങോട്ട് ഏറ്റില്ല. നമ്മളൊക്കെ കളി തുടങ്ങാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. എന്തായാലും നോക്കാം. ഞങ്ങൾ രണ്ടുപേരും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് കൊച്ചാണ് സ്കൂളിൽ നിന്ന് വന്നതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. നമുക്കൊരു റെസ്റ്റ് വേണമെന്നൊക്കെ തോന്നിയായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോഴത്തേന് അംഗീകരിക്കട്ടെ എൻ്റെ കുറച്ച് ഷോ എന്നൊക്കെ. അതിനിടയ്ക്ക് അച്ഛൻ പൊന്നീനെ കളിപ്പിക്കുകയും കൂടെ ചെയ്തു. അങ്ങനെ ആയപ്പോഴത്തേക്കിനും പുള്ളിക്ക് അതെങ്ങനെയെങ്കിലും തീർത്ത് ഇനി മുന്നേ കളിപ്പിക്കാൻ ആരും നിൽക്കരുതെന്നുള്ള ഒരു അവസ്ഥയൊക്കെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ നോക്കിയിരുന്ന് കുറേ നേരത്തെ ഞങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം അവിടെ ഏതാണ്ടൊക്കെ ലൈറ്റും വെള്ളമൊക്കെ ഒന്ന് അനങ്ങാൻ തുടങ്ങി. അപ്പോഴത്തേനും ഞങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ടായി. പക്ഷെ അവിടെ വാട്ടറിൽ കുറച്ച് സർക്കസൊക്കെ കാണിച്ചത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇത് അതിനോടത്ത് ലൈറ്റും കൂടെ ആയപ്പോഴത്തേക്കിനും ഓക്കെ ആയി. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു ഇങ്ങനെ രസിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. കുറേ നേരം നമുക്കൊരു കണ്ണിന് കുളിർമയൊക്കെ തന്നെ ഇരുന്നു കേട്ടോ. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. മ്യൂസിക്കിൻ്റെ കൂട്ടത്തിൽ എന്താ പറയുന്നത്, വെള്ളമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന കുറച്ച് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു രസം. കാരണം അത്രയും നേരം നമ്മളിരുന്ന് ബോറടി ആയിരുന്നില്ലേ. എന്നാൽ ഇത് നമ്മുടെ നാട്ടിലെ സർക്കസിൻ്റെ അത്രയൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നാട്ടിൽ ഇതുവരെ സർക്കസ് കണ്ടിട്ടില്ല, കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സർക്കസ് കാണാൻ പോയത്. പിന്നെ അവിടെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു മ്യൂസിക് വന്ന് അവിടുത്തെ കുറേ ആൾക്കാരെല്ലാം കൂടെ ചാടി വന്നപ്പോഴത്തേനും ഒരാൾ ഏതാണ്ട് മികച്ച പ്രാതത്തെ കണ്ട പോലെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. പിന്നെ അതിനിടയ്ക്ക് ഓരോന്നൊക്കെ കാണാനും ഈ വെള്ളങ്ങൾ വരുന്ന വെള്ളത്തിൻ്റെ ഡാൻസിങ് ഒക്കെ കാണാനും ഒക്കെ കുറേ ഉണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ അവൻ എൻജോയ് ചെയ്തു. ഇതിനിടയ്ക്ക് ഞാൻ വെറുതെ ചോദിച്ചു, സാത്വിക് സർക്കസ് ഇഷ്ടപ്പെട്ടോ അതോ വേറെ എന്തെങ്കിലും അത് ഇഷ്ടപ്പെടുന്നേ? നമുക്ക് പ്ലേ ഗ്രൗണ്ടിൽ പോയാൽ മതിയായിരുന്നു, അതായിരുന്നു കുറച്ചും കൂടി ബെറ്റർ എന്നൊരു ആൻസറാണ് എനിക്ക് കിട്ടിയത്. പിന്നെ എനിക്ക് നമ്മുടെ സ്ട്രീറ്റിലൊക്കെ കാണിക്കുന്ന പോലെ തന്നെ ഈ കാണിച്ച സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൻ്റെ മേളിൽ കൂടെ ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ നടപ്പും ആ വാട്ടറിൻ്റെ ഒരു ഇതും കൂടെ ആകുമ്പോഴത്തേക്കിന് സിനിമയിലൊക്കെ കാണുന്ന ഒരു സ്റ്റൈലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. വലിയ കുഴപ്പമില്ലായിരുന്നു. നമുക്ക് ഭയങ്കരമായിട്ട് ബോറിങ് തോന്നത്തില്ല. പക്ഷെ ഞാൻ കൊടുത്ത ടിക്കറ്റ് ചാർജ് അനുസരിച്ചിട്ട് എനിക്കതൊരു വർത്തായതുമില്ല എന്ന് പറയാം. നമ്മുടെ നാട്ടിൽ വെച്ചിട്ടാണെങ്കിലും ഇവിടെ വെച്ചിട്ട് നോക്കുമ്പോഴാണെങ്കിലും നമുക്ക്
അത്ര വലിയ ഇതൊന്നും തോന്നിയൊന്നുമില്ല. പിന്നെ കുറച്ച് നമുക്ക് എൻജോയ് ചെയ്യാൻ വലിയ ബോറിംഗ് ഇല്ലാതെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടെ ഇങ്ങനെ വലിയ ഇതൊക്കെ കാണിച്ച് ഇവരുടെ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ഇതിനകത്ത് കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു എന്തോ വലിയ സംഭവമായിരിക്കുമെന്ന്. പിന്നെ അവസാനം കുറച്ച് നമ്മുടെ മത്സ്യകന്യകമാർ കിടന്ന് കുറേ പണികളൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ അതൊരു രസമുണ്ടായിരുന്നു കേട്ടോ, വെള്ളത്തിൽ നിന്ന് പോയാൻ വരികയൊക്കെ ചെയ്യുന്നത്. ഇത് ലാസ്റ്റ് സ്റ്റേജിൽ വന്നപ്പോഴത്തേക്കിന് അതിൽ കുറേ കളർഫുള്ളൊക്കെ ആഡ് ചെയ്ത് കറക്കവും കാര്യങ്ങളൊക്കെ അതൊക്കെ വലിയ കുഴപ്പമില്ലെന്ന്. ചിലതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ ചിലതൊന്നും അത്ര വലിയ ഭംഗിയും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. കണ്ടിരിക്കാം എന്നുള്ളൊരു സ്റ്റേജ്. പിന്നെ കുഴപ്പമില്ല. പിന്നെ നമുക്കൊരു 2 മണിക്കൂറത്തെ സർക്കസിൻ്റെ ഇതായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരമൊക്കെ കണ്ടു. അവസാനത്തെ ഇത് കണ്ടപ്പോഴത്തേക്കിന് കുറേ നേരം ഇതെന്താണ് ഇത്ര ലൈറ്റ് ഈ മോളിൽ കിടന്ന് കറക്കമൊക്കെ കണ്ടപ്പോഴത്തേക്കിന് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. അങ്ങനെ വലയെ കിടന്നുള്ള പണിയും കാര്യങ്ങളും ഒക്കെ കണ്ടു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഭാഗം അവസാനം. പിന്നെ ഈ നമ്മുടെ കോമാളി ഉണ്ടല്ലോ, അതുകൊണ്ട് നടക്കുന്നതാണ് കോമാളി കേട്ടോ. പുള്ളിക്കാരൻ വലിയ കുഴപ്പമില്ലായിരുന്നു. പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു പുള്ളിയുടെ ഒരു കുറേ ഭാഗങ്ങൾ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി.